നമസ്കാരം. നാട്ടിലൊന്ന് പോയിട്ട് വരാൻ തീരുമാനിച്ചു. ബെൻഗുറിയൻ എയർപോർട്ടിലാണുള്ളത്. എയർപോർട്ട് അടയ്ക്കുമോ അടയ്ക്കാതിരിക്കുമോ, യുദ്ധം വരുമോ എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ നിലനിൽക്കുകയാണ് വീണ്ടും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എമിറേറ്റിലേക്ക് അല്ലെങ്കിൽ ദുബായിലേക്ക് ഇറാനിൽ നിന്നും മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾക്കാരൊക്കെ അല്പം പാനിക്കാണെന്ന് വേണേൽ പറയാം. നിലവിലെന്തായാലും ഫ്ലൈറ്റ് സ്കെഡ്യൂൾസൊക്കെ യൂഷ്വലായിട്ട് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. സോ കാണാം. ഫസ്റ്റ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇവിടെ ഇതാ ഇൻഫർമേഷനുണ്ട്, ഡിപ്പാർച്ചർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ബോർഡ് നോക്കാം. അത് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ എത്യോപ്യൻ എയർലൈൻസ് ആണ്. 750 ആണ് എൻ്റെ ഫ്ലൈറ്റ് ടൈം. ഇവിടെ ഫ്ലൈറ്റ് നമ്പറുണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. A12-16, അതായത് കൗണ്ടർ നമ്പറുകളാണ്. ഇതാ ഈ കാണുന്ന കൗണ്ടർ നമ്പറല്ലേ. ഇതുപോലെ അങ്ങേ അറ്റത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം 12 തൊട്ട് മുമ്പോട്ടുള്ള കൗണ്ടറുകളുടെ നമ്പർ കാണാം. ആ കൗണ്ടർ നമ്പർ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഒഴിവാകും. പലർക്കും ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ഭയങ്കര കൺഫ്യൂഷനാണ്. എവിടെയാണെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും, നമുക്ക് ഏത് കൗണ്ടറിലേക്കാണ് പോകേണ്ടതെന്നില്ല. മറ്റൊരു കാര്യം, നമ്മൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻട്രൻസ് വന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഇവിടെയായിട്ട് ഈ വേജിങ് മെഷീനുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഹാൻഡ് ലഗേജ് ആണെന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാമറയും ആക്സസറീസും ലെൻസും കാര്യങ്ങളൊക്കെയാണ്. ആക്ച്വലി ഇതിന് 11,200 അല്ലേ? 11.8, 12 കിലോ നിയർട്ടും ഉണ്ട്. ഇത് ഞാൻ എന്തായാലും പൈസ കൊടുത്താലും കൊണ്ടുപോകും. കാര്യം ഇതിനകത്ത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയേഴ്സാണ് നമുക്കിപ്പോൾ ഉള്ളത്. കളയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എടുത്ത് മാറ്റാനോ ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റാത്ത സാധനങ്ങളാണ്. സോ ഈ സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ലഗേജ് കൂടുതലാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലഗേജ് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തുവിടാം. അതിനുശേഷം ഇതാ കൗണ്ടറിലേക്ക് പോയാൽ മതി. സോ ഇതാ നമ്മുടെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടോ. എത്യോപ്യൻ എയർലൈൻ്റെ 11 12 തൊട്ടാണ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 12, 13, 14 വരെ ഉള്ളതാണ്. 15, 16 ഇതിനുള്ളിലാണ്. 18, 19 ഇത് സെൻട്രം എന്ന് പറഞ്ഞാൽ ഏതോ അത് എയർലൈൻ അല്ലെന്ന്, എന്തോ കമ്പനിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു കേട്ടോ. അതല്ല, സെൻട്രം എയർ. പിന്നെ അങ്ങോട്ട് കുറേ കാലിയാണ്, ഒരപ്പുറത്തുള്ളൂ പിന്നെ ഉള്ളത്. ഇനി എന്തായാലും ഇവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് വരും. ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അതിന് ശേഷമാണ് നമ്മൾ ബോർഡിംഗ് കൗണ്ടറിലേക്ക് പോകുന്നത്.